ഹായ് ഓൾ, വെൽക്കം ടു കോഡിംഗ് വിത്ത് വിൻവേ. ആരാണ് DBA? എന്താണ് അതിനുള്ള പ്രാധാന്യം? ഈ IT വേൾഡിൽ അദ്ദേഹത്തിനുള്ള പ്രാധാന്യം എന്താണ്? അതിന്റെ ജോലി സാധ്യതകൾ എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. ആരാണ് DBA? പറയൂ. DBA എന്ന് പറയുന്ന സമയത്ത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന തസ്തികയാണ് വരുന്നത്. ആദ്യം ഡാറ്റാബേസ് എന്താണ് നമ്മൾ നോക്കാം, എങ്കിൽ മാത്രമാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെങ്കിലും അതിന് ബാക്ക് എൻഡിൽ ഒരു ഡാറ്റ ബേസ് ഉണ്ടാവും. ഡാറ്റ ബേസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ജിമെയിൽ. ആ ജിമെയിൽ നമ്മൾ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ഓപ്പൺ ചെയ്യും. ആ യൂസർ നെയിം പാസ്വേഡും ഒരു ഡാറ്റാബേസിൽ നിന്നാണ് വരുന്നത്. ഏതോ ഒരു ഡാറ്റ, അതിന്റെ ബേസ്, അതിൽ നിന്നാണ് ഈ ഡാറ്റ കയറിയെടുക്കുന്നത്. അതേപോലെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് നിറയെ മെയിലുകൾ വന്നിട്ടുണ്ടാവും, നമ്മൾ അയച്ച മെയിലുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ സ്റ്റോർ ആവുന്നത് ഒരു ഡാറ്റാബേസിന് പുറത്താണ്. ഇതാണ് ഡാറ്റാ ബേസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റയുടെ ശൃംഖലയാണ് ഡാറ്റാബേസ്. അതെന്തുമായിക്കൊള്ളട്ടെ. ഇപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നു, ആ വീഡിയോ ഒരു ഡാറ്റ ആയിട്ടാണ് ശരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതിന്റെ ബേസ് ആണ് ഡാറ്റാബേസ്. അപ്പോൾ ഇതേപോലെ എന്ത് കണ്ടന്റും ആവാം, ഫേസ്ബുക്കിൽ വരുന്ന കണ്ടന്റുകളാവാം. ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ രീതിയിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു സാധനം. അതിനകത്ത് ഇമേജുകൾ കാണാം, വീഡിയോസ് കാണാം, അതുമാതിരി ടെക്സ്റ്റ് കണ്ടന്റുകൾ കാണാം, ഒരു ബ്ലോഗ് എഴുതി അതിനകത്ത് വരുന്ന ഡാറ്റകൾ. ഇങ്ങനെ ഏത് തരത്തിലുള്ള ഡാറ്റ ആണെങ്കിലും നമ്മൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ് ഡാറ്റാബേസിനകത്ത്. അപ്പോൾ ഇതാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇനി ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്താണെന്ന് നോക്കാം. ഇങ്ങനെയുള്ള ഡാറ്റകൾ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഇതിനകത്ത് പല രീതിക്കാണ് വരുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ആയിരിക്കാം, അതിന്റെ വെബ്സൈറ്റ് ആവാം, അല്ലെങ്കിൽ അതിന്റെ വെബ് ആപ്ലിക്കേഷൻസ് ആവാം, അതിന്റെ അക്കൗണ്ട്സോ ട്രാൻസാക്ഷൻസോ കാര്യങ്ങളോ എന്തുമാവട്ടെ. ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റാബേസിലും അത് ആ ഡാറ്റാബേസ് മാനേജ് ചെയ്യുന്ന വ്യക്തിയും അവിടെ ഉണ്ടാവും. അപ്പോൾ മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ് ശരിക്കും ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ വ്യക്തിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ DBA ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ആ വ്യക്തിയിൽ അർപ്പിതമായിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് അവരുടെ ഡാറ്റാബേസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് മുതൽ അതിനെ കോൺഫിഗറേഷൻ ചെയ്യുക, മാനേജ് ചെയ്യുക, ആ ഡാറ്റാബേസ് വർക്ക് ചെയ്യുന്ന സെർവറിനെ മോണിറ്റർ ചെയ്യുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് അവിടെ നിറവേറ്റുന്നത്. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു, ആ വർക്ക് ചെയ്യുന്നതിന്റെ പുറകിലായിട്ട് നമുക്ക് ഡാറ്റാബേസ് ഉണ്ടാവും. ഡാറ്റാബേസിനകത്ത് ഡാറ്റ വീഴുന്നു, എന്തെങ്കിലും കാരണവശാൽ ഒരു ബഗ്ഗോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യുക. അതേമാതിരി തന്നെ സെർവേഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ആണ്. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള, പെർഫോമൻസ് ഉള്ള, അല്ലെങ്കിൽ റിയൽ ടൈം അപ്ഡേഷൻസ് കിട്ടുന്ന കമ്പ്യൂട്ടറുകളാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കമ്പ്യൂട്ടറുകളാകുമ്പോൾ അത് മാനേജ് ചെയ്യാനായിട്ട് ഒരാൾ വേണ്ടി വരും. ആ മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ് ശരിക്കും ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഇതിനെ റിയൽ ടൈമിൽ മോണിറ്റർ ചെയ്യുക, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. ഇതൊക്കെ ഇലക്ട്രോണിക്സ് ആണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങൾ വരാം. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അതിന് കൂട്ടൊരാൾ നിൽക്കുന്നത്. അപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, ഇതിനകത്ത് ഡാറ്റകൾ പ്രോപ്പർ വീഴുന്നുണ്ടോ, ഡാറ്റ ഓർഗനൈസ്ഡ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് ടീമിനകത്ത് എന്തെങ്കിലും ഒരു ഫീൽഡ് വേണം പറഞ്ഞു അവരത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആ ഡാറ്റാബേസ്, ആ കമ്പനിയുടെ വെബ്സൈറ്റോ വെബ് ആപ്ലിക്കേഷൻസോ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് വരുന്ന ഡാറ്റകൾ മൊത്തം വീഴുന്ന ഏരിയയാണ് ഡാറ്റാബേസ്. അതിനകത്ത് വരുന്ന വർക്കുകളാണ് കൂടുതലായിട്ടും മോണിറ്റർ ചെയ്യേണ്ടാവുക. ഇത് ആദ്യ കാലങ്ങളിൽ ഓഫ്ലൈൻ മോഡായിരുന്നു. ഓഫ്ലൈൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെയുള്ള സെർവേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. 2-3 ലക്ഷം മുതൽ മുകളിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടുള്ള ഡെസ്ക്ടോപ്പ് സെർവേഴ്സ് അന്ന് അവൈലബിൾ ആയിരുന്നു. ഇന്നും അവൈലബിൾ ആണ്, അല്ലാന്നല്ല. പക്ഷെ ഇന്ന് കുറെ കൂടെ ടെക്നോളജികൾ നന്നായി വളർന്നു. ക്ലൗഡ്, അതേമാതിരി തന്നെ ഷെയർഡ് ഹോസ്റ്റിംഗ്, ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോൾ അന്ന് ലോക്കൽ അല്ലെങ്കിൽ ലോക്കൽ സെർവേഴ്സിനെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ
ഇന്ന് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സർവേഴ്സിനെയാണ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ആയിട്ടുള്ള ഒരു ടെൻഷനബിൾ ആയിട്ടുള്ള ഒരു ജോബ് അല്ല, എങ്കിലും കാര്യങ്ങൾ സ്മൂത്തായി റൺ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആൾക്കുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ DBA ആയിട്ടുള്ള ആൾക്ക് വേണ്ട സ്കിൽസുകൾ എന്തൊക്കെയാണ്? സ്കിൽസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡാറ്റാബേസ് ആണ് മാനേജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡാറ്റാബേസുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ MySQL, MSSQL എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് SQL ആണ് വരുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ MongoDB, ഇങ്ങനെ NoSQL, അങ്ങനെ ഒരുപാട് ടേമിലുള്ള ഡാറ്റാബേസുകളുണ്ട്. ഏതെങ്കിലും ഒന്നിൽ സ്പെഷ്യലൈസ് ചെയ്യുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് ഒരുപാട് പഠിക്കാനില്ല അതിനകത്ത്, എങ്കിലും കുറച്ച് ഡീപ്പായിട്ട് നന്നായി പഠിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള SQL പോലുള്ള ഡാറ്റാബേസുകൾ, ഒറാക്കിൾ ആവാം, അല്ലെങ്കിൽ MySQL ആവാം, MSSQL ആവാം, MongoDB ആവാം, ഏതെങ്കിലും ഒന്ന്. ശേഷം അതിൽ സ്ക്രിപ്റ്റിങ് കാര്യങ്ങൾ വളരെ പ്രയോറിറ്റിയിൽ നിൽക്കുന്ന കുറച്ച് സ്ക്രിപ്റ്റിംഗ് മാത്രമാണ് അതിനകത്ത് വരിക. പിന്നീട് അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള കണ്ടീഷൻസും കാര്യങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ വരും. ഒരാൾക്ക് ഇതിനോട് താല്പര്യമുള്ള ഒരാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം അതിനോട് പൊരുത്തപ്പെട്ട ആൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ദൂരത്തുള്ള സാധനം തന്നെയാണ്. ശേഷം പിന്നെ അതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഡാറ്റാബേസിന്റെ സെക്യൂരിറ്റി കാര്യങ്ങൾ, ഫയർവാൾ കാര്യങ്ങൾ എങ്ങനെ എനേബിൾ ചെയ്യുന്നു മറ്റുള്ള കാര്യങ്ങൾ, ഇതെങ്ങനെ ബാക്കപ്പിംഗ് സിസ്റ്റം എങ്ങനെയാണ്, അതെങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ വരുന്നത്. അതിനൊക്കെ ടൂൾസുകളും ഇന്ന് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പിന്നെ അതിന്റെ അടുത്ത സെഷൻ എന്നോണം ഈ ഡാറ്റാബേസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ലോക്കൽ ബേസിൽ നിന്ന് മാറിയിട്ട് ക്ലൗഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റാബേസുകൾ എങ്ങനെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, അത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതിനായിട്ട് എത്ര സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആമസോൺ, AWS തുടങ്ങിയ കമ്പനികൾ ഇതിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇതിനു വേണ്ടിയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരെങ്ങനെയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, സെർവറിന്റെ പ്രൈസിങ് എങ്ങനെയാണ്, സെർവറിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ്, ഇതും വലിയ ദൂരത്തിലുള്ള സാധനമല്ല. മാക്സിമം ഇതെല്ലാം കൂടെ നമ്മൾക്ക് ഒരു ഇരുന്ന് പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 3 മാസത്തിനകത്ത് അവസാനിക്കുന്ന ഒരു സാധനം. കാരണം ഈ ക്ലൗഡ് എല്ലാം ചെയ്യുന്ന സമയത്ത് 21 ഡേയ്സ് അല്ലെങ്കിൽ 30 ഡേയ്സ് ആണ് മാക്സിമം കോഴ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. ഇപ്പൊ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ഇന്ന പ്രശ്നം കൊണ്ടാണ്, നമ്മളെ കയ്യിലുള്ള നോളേജുകൾ ക്രോസ് ചെക്ക് ചെയ്ത് അത് ബൈ മില്ലി സെക്കൻഡ്സിൽ നമ്മൾ അത് മാനേജ് ചെയ്യാൻ സാധിക്കണം. അവിടെയാണ് പ്രയോറിറ്റി. പിന്നെ അതിന്റെ കൂട്ടത്തിൽ വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇപ്പോൾ പ്രൈമറിയിൽ നിൽക്കുന്ന ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷിൽ കുറച്ച് ഫ്ലുവൻസി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ജോബ് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. DBA എന്ന ലെവലിലേക്ക് ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് സ്കിൽസ്. എന്നാൽ DBA ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്ക് കിട്ടാവുന്ന സാലറികളുടെ പാക്കേജുകൾ എങ്ങനെയാണ് വരുന്നത്? ഇതിനകത്ത് സാലറി പറയുന്നതിന് മുന്നേ നമ്മൾക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഈ കരിയറിലുള്ള സാധ്യത എന്നുള്ളതാണ്. കരിയറിലുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കമ്പനികൾ ഇന്ന് ക്ലൗഡ് സർവീസസും അതിനകത്ത് ആപ്ലിക്കേഷൻ ഹോസ്റ്റിങ്ങും അതേപോലെ തന്നെ ഡാറ്റാബേസ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കരിയറിലെ സാധ്യത എന്ന് പറയുന്നത് ചില്ലറയല്ല. ഒരിക്കലും അടുത്ത കാലത്തായിട്ട് ഇത് ഔട്ടായി പോകുന്ന ഒരു കരിയറുമല്ല. ഡാറ്റാബേസ് മാനേജ് ചെയ്യുക എന്നുള്ളത് കമ്പനികളുടെ നിർബന്ധമായിട്ടുള്ള ആവശ്യമാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ, അതല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്, ഇവർക്കെല്ലാം ഇൻഫർമേഷന്റെ വെൽത്ത് വളരെ ഹൈ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡാറ്റ അനലിസിസിൽ പറഞ്ഞ മാതിരി തന്നെ ഈ കിട്ടുന്ന ഡാറ്റ അവർ മാനേജ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് റിസൾട്ട് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റകൾ മാനേജ് ചെയ്യുക എന്നുള്ളത് അവർക്ക് നിർബന്ധമായും ആവശ്യമുള്ള സാധനമാണ്. ഒരുപാട് കമ്പനികൾ ഇന്ന് നിലവിലുണ്ട്, ഒരുപാട് ആവശ്യക്കാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡഡ് ആണ് ഈ ജോബിന്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഇപ്പോൾ ക്ലൗഡ് കൂടെ ചേരേണ്ടത് മാത്രം. ക്ലൗഡ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി
ഇതിലൊരു തുടക്കക്കാരന് ഏറ്റവും ബേസ് ഒരു ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ഒരു ജൂനിയർ കയറണമെന്നുണ്ടെങ്കിൽ ഒരു 20,000 to 40 വരെയുള്ള ഒരു ബഡ്ജറ്റാണ് സാധാരണ കിട്ടുക. പിന്നെ ഒരു 1-2-3 കൊല്ലത്തെ സ്മാർട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു 60 to 80 ഒക്കെ കവർ ചെയ്യാൻ സാധിക്കും. 60,000 to 80,000. അതേസമയം ഒരു 6 കൊല്ലത്തെ എക്സ്പീരിയൻസ് മേലെ വരുന്ന ആൾക്കാർക്ക് 1 ലക്ഷം രൂപയ്ക്ക് മേലെ സാലറി വാങ്ങിക്കാൻ സാധിക്കും. അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. ഒരു ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിശകലനം ചെയ്യുകയുണ്ടായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ കോഡിംഗ് വിത്ത് വിൻവേ.